മുസ്ലിം ന്യൂനപക്ഷം എത്രത്തോളം ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അത് പലപ്പോഴായി ചിലർ നടത്തിയ പ്രതികരണങ്ങൾ, ഇപ്പോൾ AK ബാലൻ്റെ പ്രതികരണമായാലും സജി ചെറിയാൻ്റെ പ്രതികരണമായാലും അങ്ങ് അതിനോട് പ്രതിഷേധിച്ച് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലേ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എളമരം കരീം നടത്തിയ പ്രതികരണം MK മുനീറുമായി ബന്ധപ്പെട്ട്, MK മുനീറിനെ സ്ഥാനാർത്ഥിയാക്കാത്തത് അവരുടെ പാർട്ടിക്കകത്തെ തീരുമാനങ്ങളാണ്. സ്ഥാനാർത്ഥിയാക്കാത്തത് ഇപ്പോൾ ജമാഅത്തിനെ അംഗീകരിക്കാത്ത ആളായതുകൊണ്ടാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് ലീഗ് ഉണ്ടാക്കിയ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. ഇതൊക്കെ കാര്യങ്ങൾ ഒട്ടും പഠിക്കാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാമെന്ന ഉദ്ദേശത്തിൽ പറയുന്നതെന്ന് കേൾക്കുന്നവർക്ക് അപ്പം തന്നെ മനസ്സിലാകും. ഒന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. LDF രാഷ്ട്രീയ വ്യക്തതയുള്ള ഒന്നാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഘടകമാണ് ന്യൂനപക്ഷ വിഭാഗവുമായിട്ടുള്ള ബന്ധം. അവസരവാദമല്ല, അതൊരു വോട്ട് രാഷ്ട്രീയമല്ല. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമാണ് ന്യൂനപക്ഷത്തിൻ്റെ അവകാശ സംരക്ഷണം. ഞങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ വേറൊരു അടിത്തറയാണ് മതനിരപേക്ഷത. അതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴെല്ലാം എവിടെയെല്ലാം ന്യൂനപക്ഷ അവകാശങ്ങൾ വേട്ടയാടപ്പെടുന്നുവോ അവിടെയെല്ലാം ഞങ്ങൾ അവർക്കൊപ്പം നിന്നിട്ടുണ്ട്, നാളെയും നിൽക്കും. അത് വോട്ടിൻ്റെ പ്രശ്നമല്ല ഞങ്ങൾക്ക്. മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ, ദളിതർ, പാവങ്ങൾ അവരെല്ലാം BJP RSS വാഴ്ചയ്ക്ക് കീഴിൽ ഇന്ത്യയിലെമ്പാടും ആക്രമിക്കപ്പെട്ടപ്പോഴെല്ലാം ഞങ്ങൾ അവർക്കൊപ്പം നിന്നവരാണ്, നാളെയും നിൽക്കും.